തിരുവനന്തപുരത്ത് 17-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പൂട്ടിയത്. ആക്കുളത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചവരെ കൂടി നിരീക്ഷിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഏറ്റവും ഒടുവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. അന്ന് ഒരാൾ മരണപ്പെടുകയും 9 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് രോഗബാധ സംബന്ധിച്ച ആശങ്ക തലസ്ഥാനത്ത് വരുന്നത്. തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. ടൂറിസ്റ്റ് വില്ലേജിലാണ് ആ സ്വിമ്മിംഗ് പൂൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുളിച്ച ഒരു 17-കാരനാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ 17-കാരൻ ഇപ്പോൾ ഇല്ല. വാർഡിലേക്ക് മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്വിമ്മിംഗ് പൂളിലൊപ്പം കുളിച്ച 3 ആളുകളെ കൂടി ഇപ്പോൾ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അവർക്ക് നിലവിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ഈ സ്വിമ്മിംഗ് പൂൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടുത്തെ വെള്ളത്തിൻ്റെ സാമ്പിളുകളടക്കം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് മടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ വെള്ളത്തിന് കാര്യമായ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളമാണ്. മാത്രമല്ല ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമാണ് എന്നുള്ള കാര്യം ഇതിൻ്റെ നടത്തിപ്പുകാരും സ്ഥിരീകരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഈ അമീബയുടെ ഒരു സാന്നിധ്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിനാൽ തന്നെയാണ് ഈ രോഗബാധ ഈ വെള്ളത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിൽ 2 അഭിപ്രായം ഉണ്ടാകുന്നതും സ്ഥിരീകരണം ഉണ്ടായിട്ട് കൂടി ആ വിഷയത്തിൽ 2 അഭിപ്രായം നിലനിൽക്കുന്നതും ഈ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ നിന്നും രോഗബാധ ഉണ്ടായി എന്ന വിവരം പറയുമ്പോഴാണ്. എന്തായാലും കൂടുതൽ പരിശോധനകൾ വേണം എന്നുള്ള ആവശ്യമാണ് വരുന്നത്. ആശങ്കകൾ പരിഹരിക്കണമെന്ന ആവശ്യമാണ് വരുന്നത്.